നമ്മൾ ഉണ്ടാക്കാൻ വന്നത് കപ്പപ്പുഴുക്കാണ്. കപ്പപ്പുഴുക്ക് പുഴുകാൻ പോകണം. എന്നിട്ട് കപ്പ എടുത്തിട്ടുണ്ട്. മൊത്തം 4 കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് കാണാവുന്നതാണ്. 4 കപ്പകൾ എടുത്തിട്ടുണ്ട്. കപ്പകൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഇങ്ങനെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ്. ത്തെ നാരെല്ലാം കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കഴുകി നീറ്റാക്കി വൃത്തിയാക്കി എടുക്കാം. കപ്പയെക്കാളും കൂടുതൽ വെള്ളം വേണം. കപ്പയുടെ കട്ട് പോകണമെങ്കിൽ നല്ലോണം വേവിച്ചെടുക്കണം. കപ്പ ഗ്യാസ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. കപ്പ നല്ലോണം വെന്ത് വരണം. അപ്പോൾ നമ്മൾ ഗ്യാസിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ആ സമയം കൊണ്ട് കാന്താരികളൊക്കെ പറിച്ചെടുക്കാം. നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. ഇത് ചീരകൃഷിയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഏത്തക്കൊലകൾ വെച്ചിട്ടുണ്ട്. ഏത്തക്കൊലകളൊക്കെ വിളഞ്ഞു വന്നിട്ടുണ്ട്. കൂമ്പ് ഒടിച്ച് നിർത്തിയേക്കുവാണ്. കൂമ്പൊക്കെ ഒടിച്ച് നിർത്തി ഏത്തക്കൊലകളൊക്കെ വിളവിനെടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അതുപോലെ തന്നെ വഴുതനയുണ്ട്. ഏത്തക്കൊലകൾ വീഡിയോയിൽ കാണിക്കുകയാണ്. 6-8 വാഴകളാണ് നമ്മൾ ആ പറമ്പിൽ നട്ടിരിക്കുന്നത്. ഇനി കാന്താരിത്തോട്ടത്തിലെ പൂക്കളൊക്കെയാണ്. വേറെയും കൃഷിത്തോട്ടങ്ങളുണ്ട്, അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ്. ഇത് കപ്പയൊക്കെയാണ്. കപ്പ, മത്തയൊക്കെയാണിത്. ഞങ്ങളിവിടെ ഒത്തിരി മത്തങ്ങ പറിച്ചെടുത്തിട്ടുണ്ട് മത്തങ്ങ തോട്ടത്തിൽ നിന്ന്. ഇത് കാന്താരിത്തോട്ടത്തിൽ വന്നേക്കുവാണ്. കാന്താരി പറിക്കുകയാണ്. അപ്പോൾ ഓരോന്നായിട്ട് കാന്താരികളൊക്കെ പറിച്ചെടുക്കുകയാണ്. കാന്താരി വെച്ച് നമ്മൾ കാന്താരി സമ്മന്തിയാണ് റെഡിയാക്കാൻ പോകുന്നത്. കാന്താരിത്തോട്ടത്തിൽ നമ്മൾ കാന്താരികളൊക്കെ പറിച്ചെടുക്കുകയാണ്. കപ്പയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് കാന്താരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. ചാച്ചെടുത്താൽ മാത്രമേ അരയ്ക്കേണ്ട. അരകല്ല് വെച്ച് ചാച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചുവന്നുള്ളി, കാന്താരി ഇത്ര എരിവും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അരകല്ല് വെച്ച് ചാച്ചെടുക്കുകയാണ്. അരകല്ലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചാച്ചെടുത്താൽ മതി. ഒത്തിരി ചായ്ക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ചാച്ചെടുത്താൽ മാത്രമേ. നമ്മൾ അരച്ചെടുക്കുകയാണ്. നമ്മുടെ കാന്താരിയൊക്കെ ഇവിടെ റെഡിയായി കിട്ടും. ചാച്ചെടുക്കുകയാണ്. ചാച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കാന്താരിയൊക്കെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചും ഈ സമ്മന്തി റെഡിയാക്കാവുന്നതാണ്. വെള്ളം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്പൂൺ വെച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. കപ്പയൊക്കെ തിളച്ച് വരുന്ന ഭാഗമായി വരുന്നുണ്ട്. വീഡിയോ കാണാവുന്നതാണ്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് കടുകാപ്പി തയ്യാറാക്കാം. അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുകയാണ്. കാപ്പിപ്പൊടിയൊക്കെ നല്ലോണം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാര. വെള്ളം തിളച്ച് വരുന്ന സമയത്ത് മാത്രമേ കാപ്പിപ്പൊടി ചേർക്കാവൂ. നമ്മുടെ കപ്പയൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തായിരുന്നു കപ്പയ്ക്കകത്ത്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല.
ആ കപ്പയൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. കപ്പ തിളച്ച സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തായിരുന്നു. ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. കപ്പയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. 4 മണിക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ അടിപൊളി ഒരു റെസിപ്പിയും കൂടിയാണിത്. കപ്പയും കടുങ്കാപ്പിയും കാന്താരി ചമ്മന്തിയൊക്കെയാണ് വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മുടെ കടുങ്കാപ്പിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തായിരുന്നു കടുങ്കാപ്പിയിലേക്ക്. കടുങ്കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കപ്പ, കടുങ്കാപ്പി, കാന്താരി ചമ്മന്തി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ വീഡിയോ എത്തിച്ചെടുക്കുക. വളരെ ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും നമ്മൾ യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. അടുത്ത വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ ഗായ്സ്.